ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കുക. ഏത് മീനിലും നമുക്ക് ഇതേപോലെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 ചെറിയുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും 3-4 കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വെള്ളം നയിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത്. ഇനി നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മസാല നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ മസാലയാണ്. പക്ഷേ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊരിക്കണ രീതിയും ഒന്ന് വേറെയാണ് കേട്ടോ. ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂര മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മീനിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സൈഡും നല്ലോണം മീനിൻ്റെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. 2 സൈഡും നല്ലോണം പുരട്ടി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ മീനിലേക്ക് നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. ഇനി അത്രയ്ക്ക് നിങ്ങൾക്ക് വെക്കാൻ ടൈമില്ലെങ്കിൽ അപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊരിക്കുമ്പോൾ എന്താണെങ്കിലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും മണമൊക്കെ കിട്ടാറ്. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഈ മീനിൻ്റെ നെയ്യൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാലയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു മീൻ മാത്രം മതി, നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മീൻ പാനിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുത്താലും മതി. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് മസാലയൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ കൂടി ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതേ എണ്ണയിലോട്ട് വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ഞാൻ നേരത്തെ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു മീനും കൂടി പൊരിച്ചെടുത്ത മീനും കൂടി ഒന്ന് വെച്ച് ജസ്റ്റ് ഒരു 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അത്ര മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു മസാല മാത്രം മതിയിട്ട് നല്ല കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ മീനൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.